ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പെൻസിൽ വേൾഡ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പാലാ എത്തിയതുള്ളൂ, വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വർക്കിന് പോയിട്ട് നല്ല ക്ഷീണവും പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട്. പക്ഷെ ഇന്ന് ഇപ്പം രാവിലെ ആയിട്ട് നമ്മൾ വർക്കിന് വന്ന് പാലാ എത്തിയതേ ഉള്ളൂ. സൈറ്റിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് സൈറ്റ് എത്തി സാധനമൊക്കെ അടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നേരത്തെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനം എല്ലാം എടുത്ത് വെച്ച് നമ്മൾ പയ്യെ നമ്മുടെ പരിപാടിയിലോട്ട് കടക്കുവാണ്. എല്ലാം വിരിച്ചൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കാൻ കയറി കേട്ടോ രാവിലെ തന്നെ. കാരണം നമ്മുടെ പരിപാടി ഇന്നത്തേത് വരയാണ്. അപ്പം വൈകിട്ട് വരെ നമ്മൾ വര തന്നെയായിരിക്കും. കാരണം റൂമെല്ലാം അടിക്കാനുണ്ട്, അപ്പോൾ ഓരോ റൂമിലായിട്ട് വരച്ച് തീർക്കണം. പിന്നെ കൂടെ ഇന്ന് ആശാനാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ബാക്കി 1-2 പേർക്ക് ഇന്ന് ലീവാണ്. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും തന്നെ അങ്ങനെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ ലീവിലൊക്കെയാണ്. എനിക്ക് നല്ല പനിയായിരുന്നു, നല്ല ക്ഷീണമുണ്ട്. എന്നാലും നമ്മൾ രാവിലെ വന്ന സ്ഥിതിക്ക് തീർത്തിട്ടാണല്ലോ ഇനി പോവുക, അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. നല്ല ക്ഷീണവും നല്ല പനിയൊക്കെ ഉണ്ട്, പക്ഷേ അത്യാവശ്യം നമ്മളങ്ങ് പിടിച്ച് നിൽക്കുന്നു. നമ്മളിന്ന് ഈ റൂം തീർക്കണം. വെളിയിൽ ഇതിനിടയ്ക്ക് നമ്മൾ വെളിയിലും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല, ചെറിയ മഴയുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴ കുറയുന്ന സമയം നോക്കി നമ്മൾ ഇറങ്ങിയിട്ട് മൂടി അങ്ങ് ഇടുവാണ്, വിരിച്ച് മൂടി ഇടുക പരിപാടി. അടിക്കുന്നു മൂടുന്നു, അടിക്കുന്നു മൂടുന്നു, ഇത് തന്നെയാണ്. അങ്ങനെ നമ്മൾ വര കഴിഞ്ഞ് ജനലിൻ്റെ എല്ലാം ഉള്ളും എല്ലാം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മുതലാളി അടുത്തടുത്ത ഭാഗങ്ങൾ റോൾ ചെയ്ത് വരുവാണ്. പുറത്ത് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വരച്ച് തീർന്നിടം ഇനിയിപ്പം റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറുന്നതാണ്. ഞാൻ ഇപ്പം ആശാൻ റോൾ ചെയ്തോടം വരയ്ക്കാൻ വേണ്ടി അങ്ങോട്ടും മാറി. ഞങ്ങളങ്ങനെ അങ്ങോട്ടും മാറി നിന്ന് വരച്ച് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും എന്നെ തന്നെ കണ്ടാൽ പോരല്ലോ, ഇടയ്ക്ക് കുറച്ച് നേരം ആശാനെ ഉരുട്ടും കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരി. അങ്ങനെ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉച്ചയാവാൻ നോക്കിയിരുന്നു നമ്മൾ. പിന്നെ ഉച്ചയായപ്പോഴത്തേനും നേരെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാത്തതുകൊണ്ട് ഹോട്ടലിൽ വന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കേരള ഹോട്ടലിൽ നമ്മൾ പാലായിൽ കേരള ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡൊക്കെയായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വന്ന് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കടന്നു. പക്ഷേ ക്ഷീണം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോയി തെറ്റിത്തരെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിയേക്കാൾ കൂടുതൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കും, ഉറക്കം വരുന്നുണ്ടായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിക്ക് ക്ഷീണമായി. എത്ര പ്രാവശ്യം പോയി വെള്ളം കുടിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ വെള്ളം കുടി, ഇരിപ്പ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് വരയായിരുന്നു. ഇന്ന് റോളിങ്ങിനൊന്നും അല്ലെങ്കിൽ നമ്മൾ കയറിയേ ഇല്ല. എല്ലാ ആശം തന്നെയായിരുന്നു. നമ്മൾ വരയെ മാത്രം ബ്രഷിൻ്റെ പരിപാടിയായിട്ട് മാത്രം ഇരുന്നു. ഈ ചിരിയൊക്കെ വെറുതെയാണ്, നോക്കുമ്പോൾ കാണുമ്പോൾ സെറ്റപ്പ് ഉണ്ടെന്നുള്ളതല്ലാതെ നല്ല ക്ഷീണമായിരുന്നുകൊണ്ട് തന്നെ വിശ്രമമായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ വിശ്രമം കഴിഞ്ഞു. വൈകുന്നേരം 5 മണിയാകാൻ നോക്കിയിരുന്നതാണ്. 5 മണി ആയത് വിട്ടുപോയേക്കാമെന്ന് വിചാരിച്ച്. നല്ല ഉറക്കക്ഷീണമാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണൊക്കെ അടഞ്ഞ് പോകുന്നുണ്ട്. എങ്ങനെയും ഒന്ന് വീട്ടിലെത്തുക, സാധനം എല്ലാം എടുത്ത് വെച്ചിട്ട് വിട്ട് പോവുക, സെറ്റ് ചെയ്യുക, കയറി കിടക്കണമെന്നുള്ള മൈൻഡിലാണ് നമ്മൾ പോകുന്നത് തന്നെ. വീട്ടിലെത്തി കിടക്കണമെന്നുള്ള മൈൻഡായിരുന്നെങ്കിലും നമ്മളൊരു 8:30 ആയപ്പോഴത്തേനും വൈകിട്ട് പയ്യെ വരയ്ക്കാനൊക്കെ ഇരുന്ന് ചെറിയ വരകളും പരിപാടിയൊക്കെ തീർത്തിട്ട് ആട്ടെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വരയും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി കിടക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.